മണാലിക്കടുത്തുള്ള പാർവതി വാലിയിൽ വിന്റർ മാസങ്ങളിൽ മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്. വർഷങ്ങളോളം ശിവൻ തപസ് ചെയ്തെന്ന് വിശ്വസിക്കുന്ന ഈ സ്ഥലത്തിന്റെ പേരാണ് കീർഗംഗ. ട്രക്ക് ചെയ്ത് മാത്രം എത്താൻ പറ്റുന്ന കീർഗംഗയിലേക്കുള്ള എൻ്റെ സോളോ ട്രക്കിലെ അനുഭവങ്ങളാണ് നമ്മൾ ഈ യാത്രയിൽ കാണാൻ പോകുന്നത്. നമസ്കാരം. പാർവതി വാലിയുടെ സ്വന്തം കീർഗംഗയിലേക്കുള്ള നമ്മുടെ പുതിയ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ യാത്രയിൽ നമ്മൾ സ്റ്റാറ്റിക് ഷോട്ടുകൾക്ക് ഉപയോഗിച്ചിരിക്കുന്ന നിക്കോണിന്റെ വ്ളോഗിംഗ് ക്യാമറയായിട്ടുള്ള Z13 കിറ്റ് ലെൻസുമാണ്. മണാലിയിൽ നിന്നാണ് നമ്മൾ കീർഗംഗയിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. മണാലി ബസ് സ്റ്റാൻഡിൽ നിന്നും ബൂന്ദർ കസോൾ മണികരം വഴി 3 മണിക്കൂർ ഡയറക്റ്റ് ബസ് യാത്ര ചെയ്താൽ കീർഗംഗയിലേക്കുള്ള ട്രക്ക് തുടങ്ങുന്ന ബേസ് വില്ലേജായ ബർശാനിയിലെത്താം. പാർവതി വാലിയിലെ ബസ് എത്തുന്ന ലാസ്റ്റ് വില്ലേജാണ് ബർശാനി. കീർഗംഗ എത്താൻ നമുക്കിനി 12 കിലോമീറ്റർ ട്രക്കുണ്ട്. ബർശാനിയിലെ കാഴ്ചയിലൊന്നാണ് പാർവതി നദിയിൽ പണികഴിപ്പിച്ചിട്ടുള്ള 4.2 മെഗാവാട്ട് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റിയുള്ള ഹൈഡ്രോ ഇലക്ട്രിക് ഡാം. മണാലിയിൽ നിന്നും ബർശാനി എത്തിയതിൻ്റെ അടുത്ത ദിവസം കാലത്ത് തന്നെ ട്രക്ക് തുടങ്ങി. കീർഗംഗ എത്താൻ നമുക്ക് 2 വഴിയുണ്ട്. ഒന്ന്, ബർശാനിയിൽ നിന്ന് നോക്കിയാൽ നേരെ ഓപ്പോസിറ്റ് കാണുന്ന കാൽഗ വില്ലേജ് വഴി ഫോറസ്റ്റ് റൂട്ടിലൂടെ കീർഗംഗ എത്താം. അതല്ലെങ്കിൽ ബർശാനി ഇടാൻ കഴിഞ്ഞുള്ള പാലം ക്രോസ് ചെയ്ത് റിമോട്ടസ്റ്റ് ആയിട്ടുള്ള നദാം ഗ്രാമം വഴിയും പോകാം. നമ്മൾ നദാം വില്ലേജ് വഴിയാണ് കീർഗംഗ പോകുന്നത്. ട്രക്ക് സോളോ എന്ന് പറഞ്ഞാലും കുറച്ച് ദൂരം നമ്മോടൊപ്പം 2 ഗൈഡുമാരുണ്ട്. ഒന്നാമത്തെ ഗൈഡാണ് ഇവൻ. രണ്ടാമത്തെ ഗൈഡിനെ വഴിയെ പരിചയപ്പെടുത്താം. അങ്ങനെ പാലം ക്രോസ് ചെയ്ത് നടക്കാൻ തുടങ്ങി. ബർശാനിയിൽ നിന്നും 6 കിലോമീറ്റർ അകലെയാണ് നദാം ഗ്രാമം. ഗ്രാമവാസികൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഈ ഒഴുകുന്നത് പാർവതി നദിയാണ്. ബൂന്ദറിൽ വെച്ച് പാർവതി നദി ബിയാസ് നദിയോടൊപ്പം ചേർന്ന് ഹിമാചൽ വഴി പഞ്ചാബിലേക്ക് ഒഴുകുന്നു. അങ്ങനെ ഡാമിൻ്റെ സൈഡിലൂടെ നടന്ന് ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് നമ്മൾ ഇവിടെ എത്തി. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ രണ്ടാമത്തെ ഗൈഡ്. നമ്മളിനി ഈ കാണുന്ന വാലിയുടെ ലെഫ്റ്റ് സൈഡിലൂടെ നദാം വില്ലേജിലേക്ക് നടക്കും. കാൽഗയിലൂടെയുള്ള ഫോറസ്റ്റ് റൂട്ടാണ് റൈറ്റിലൂടെയുള്ള വഴി. വിന്റർ ആയതുകൊണ്ടാണ് ഈ ട്രെയിലിൽ ട്രക്കേഴ്സ് ഇല്ലാത്തത്. സമ്മർ മാസങ്ങളിലെ ഹിമാചലിലെ പോപ്പുലർ ട്രക്കിംഗ് സ്പോട്ടാണ് കീർഗംഗ. അതുകൊണ്ട് ഇപ്പടഞ്ഞു കിടക്കുന്ന ധാരാളം കഫേസ് വഴിയിൽ കാണാം. അതുപോലെ പ്ലാസ്റ്റിക് വേസ്റ്റും കാണാം. നമ്മൾ ഡസ്റ്റ്ബിന്നിലിട്ട വേസ്റ്റ് ആയാലും ലോക്കൽസ് അവസാനം ഏതെങ്കിലും വാലിയുടെ സൈഡിലേക്ക് തട്ടുന്നതാണ് പതിവ്. അതുകൊണ്ട് മൗണ്ടൻസിലേക്ക് പോകുന്നവർ ഉപയോഗിച്ച പ്ലാസ്റ്റിക് വേസ്റ്റ് എല്ലാം കയ്യിൽ കരുതി തിരികെ പോകുമ്പോൾ മണാലി അല്ലെങ്കിൽ ഡൽഹി പോലുള്ള സിറ്റിയിലെ വേസ്റ്റ് ബിന്നിൽ ഇടാൻ നോക്കുക. എല്ലായിടത്തും അത്യാവശ്യം കീർഗംഗ എന്നുള്ള മാർക്കിംഗ് ഉള്ളതുകൊണ്ട് ഈ വഴി സേഫാണ്. പക്ഷേ കാൽഗ വഴിയുള്ള ഫോറസ്റ്റ് റൂട്ടിൽ ലോസ്റ്റ് ആവാനുള്ള ചാൻസസ് കൂടുതലാണെന്ന് ലോക്കൽസ് പറഞ്ഞിരുന്നു. അങ്ങനെ ഏകദേശം 1.5 മണിക്കൂർ നടന്ന് നദാം വില്ലേജ് എത്തി. ബർശാനിയിൽ നിന്നും 6 കിലോമീറ്റർ അകലെയുള്ള നദാം വില്ലേജിലെ പോപ്പുലേഷൻ 400-ന് മുകളിലാണ്. ഇവിടെയുള്ള കുട്ടികൾ ഡെയിലി ബർശാനിയിലെ സ്കൂളിൽ പോയാണ് പഠിക്കുന്നത്. ടൂറിസവും ആപ്പിൾ കൃഷിയുമാണ് ഗ്രാമവാസികളുടെ പ്രധാന ജീവിതമാർഗം. ഹിമാചൽ പ്രദേശിലെ പരമ്പരാഗതമായ വീടുകൾ നദാം ഗ്രാമത്തിൽ കാണാം. വിന്ററിനെയും സ്നോഫോളിനെയും നേരിടുന്ന രീതിയിലാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. തടി കൊണ്ടോ സ്ലേറ്റ് കൊണ്ടോ തീർത്ത ചെരിഞ്ഞ മേൽക്കൂരകളാണ് ഈ വീടുകൾക്കുള്ളത്. വീടിനുള്ളിലെ താപനില നിയന്ത്രിക്കാൻ സഹായിക്കുന്നത് കല്ലും മണ്ണും കലർന്ന ഭിത്തികളാണ്. ഹിമാചൽ പ്രദേശിലെ മറ്റൊരു പ്രശസ്തമായ പരമ്പരാഗത ഭവനമാണ് കാത്കുനി. ഈ കാണുന്ന ക്ഷേത്രം കാത്കുനി ആർക്കിടെക്ചറിലാണ് പണിതിരിക്കുന്നത്. ഇത് മരവും കല്ലും കൊണ്ട് നിർമ്മിച്ചതും സങ്കീർണമായ രൂപകൽപ്പനയ്ക്കും കരകൗശലത്തിനും പേരുകേട്ടതുമാണ്. ബർശാനി കീർഗംഗ റൂട്ടിൽ കാണുന്ന ടീ ഷോപ്പുകൾ നടത്തുന്നത് ബർശാനിയിലെ ഗ്രാമവാസികളാണ്. കാൽഗ കീർഗംഗ റൂട്ടിലെ കടകൾ നടത്തുന്നത് കാൽഗയിലെ ഗ്രാമവാസികളും. നദാം വില്ലേജിൽ നിന്നും 1.5 കിലോമീറ്റർ കൂടി നടന്നാൽ രുദ്രനാഗ് എത്താം. കീർഗംഗ റൂട്ടിലെ അവസാന ഗ്രാമമാണ് രുദ്രനാഗ്. രുദ്രനാഗ് തൊട്ട് സ്നോ ഉണ്ടാവുമെന്നും സ്ലിപ്പറി ആവുമെന്നും ബർശാനിയിൽ വെച്ച് തന്നെ ലോക്കൽസ് പറഞ്ഞിരുന്നു. രുദ്രനാഗിലെ ഈ പാലം കടന്നാൽ ഇനി 5 കിലോമീറ്റർ കാടിലൂടെയാണ് ട്രക്ക്. നദാം ഗ്രാമത്തിലെ ഈ അമ്മൂമ്മയ്ക്ക് പോകുന്ന വഴിയിൽ ഒരു കടയുണ്ട്. വിന്റർ ആയതുകൊണ്ട് ടൂറിസ്റ്റുകൾ ഇല്ലാത്തതുകൊണ്ട് ഒരാഴ്ചയ്ക്ക് ശേഷം കട നോക്കാൻ വരുന്നതാണ് ഈ അമ്മൂമ്മ.
അമ്മുമ്മയായതുകൊണ്ട് പതുക്കെയാവും നടക്കുക എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഒപ്പം നടക്കാൻ തുടങ്ങിയത്. പക്ഷേ അമ്മുമ്മയ്ക്ക് നല്ല സ്പീഡായിരുന്നു. ഈ സെക്ഷൻ അത്യാവശ്യം സ്ലിപ്പറിയാണ്. ഷൂവിന് താഴെ ഇടുന്ന സ്നോ സ്പൈക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരു പരിധിവരെ എനിക്ക് സ്ലിപ്പാവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അമ്മുമ്മയോട് ബായ് പറഞ്ഞ് ഞാൻ പിന്നെയും നടക്കാൻ തുടങ്ങി. രുദ്രനാൾ കഴിഞ്ഞപ്പോൾ തന്നെ സ്നോഫോൾ ജസ്റ്റ് സ്റ്റാർട്ടായിരുന്നു. നടക്കും തോറും സ്നോഫോൾ കൂടാൻ തുടങ്ങി. അത്യാവശ്യം നന്നായി കൂടിയപ്പോൾ ചെറിയൊരു ബ്രേക്ക് എടുത്തു. ചില മൊമെൻറ്റ്സ് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പ്രകൃതി തന്നെ ഒരുക്കി തരും. പ്രകൃതിയുടെ സൗണ്ടൊക്കെ കേട്ട് മൈൻഡൊക്കെ ബ്ലാങ്ക് ആവും. തിരക്കിട്ട് ജീവിച്ച് ശീലമായ നമുക്ക് ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് ആ മൊമെൻ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ യാത്രയും മനസ്സും ഫുൾഫിൽ ആവുന്ന ഫീലാവും. അങ്ങനെ ബ്രേക്ക് കഴിഞ്ഞ് ഞാൻ പിന്നെയും നടക്കാൻ തുടങ്ങി. ട്രക്ക് പോകുമ്പോൾ കാല് വഴുക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ആംഗിൾ സപ്പോർട്ടുള്ള ഷൂ ആണ് ഞാൻ ഉപയോഗിക്കാറ്. ഞാൻ ഉപയോഗിച്ചിരുന്ന ഗ്ലൗവും ബാഗും ഷൂവും വാട്ടർ പ്രൂഫായിരുന്നു. ഈ ക്ലൈമറ്റിന് വേണ്ട പ്രോപ്പറായിട്ടുള്ള ഗിയറില്ലെങ്കിൽ നമുക്ക് ഈ വാക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന Z30 ക്യാമറയിൽ ലെൻസും വെതർ സീൽഡ് ആണ്. ഗ്ലൗ ഉപയോഗിച്ചാലും ക്യാമറയുടെ ടച്ച് സ്ക്രീൻ വർക്കാവും. ലൈറ്റ് വെയിറ്റ് ക്യാമറ ആയതുകൊണ്ട് ലൈറ്റ് വെയിറ്റ് ട്രൈപോഡിൽ ഉപയോഗിക്കാനും പറ്റും. ഓവറോൾ നമുക്ക് ലഗേജിൻ്റെ വെയിറ്റ് കുറയ്ക്കാനും പറ്റും. അങ്ങനെ നടന്നു കിടന്ന് കീർഗംഗ എത്തി. ഇവിടെ ഏകദേശം 50-നടുത്ത് ക്യാമ്പുകളുണ്ട്. വിൻ്റർ ആയതുകൊണ്ട് ഇപ്പോൾ 4 മാത്രം ഓപ്പൺ ഉള്ളൂ. ഫെസിലിറ്റീസ് എല്ലാം ബേസിക് ആണ്. കൂടുതൽ സമയം എല്ലാവരും തന്തൂരിന് ചുറ്റുമാണ് ചെലവഴിക്കുക. എത്തി സെറ്റായപ്പോഴേക്കും മൗണ്ടൻസിലെ ദേശീയ ഭക്ഷണമായ മാഗിയും ചായയും എത്തി. മണാലി വീഡിയോയിൽ ജോഗിനി ഫോൾസിലേക്ക് പോകുമ്പോൾ കണ്ട പോലെ പാർവതി കുണ്ട് എന്ന ഹോട്ട് വാട്ടർ സ്പ്രിങ്ങിന്റെ പൂൾ ഇവിടെയുമുണ്ട്. നമ്മുടെ ക്യാമ്പിന്റെ ഓണർ കുറച്ചു മുമ്പ് അവിടേക്ക് പോയിരുന്നു. തണുത്ത ഈ ക്ലൈമറ്റിൽ ഹോട്ട് വാട്ടർ പൂളിലെ കുളി പ്രതീക്ഷിച്ചാണ് ഞാൻ പോകുന്നത്. നടന്നു കടന്ന് ഏറ്റവും മുകളിലുള്ള ശിവക്ഷേത്രം വരെ എത്തി. പക്ഷേ ഹോട്ട് വാട്ടർ പൂൾ മാത്രം കണ്ടില്ല. ഹോട്ട് വാട്ടർ സ്പ്രിംഗ് അന്വേഷിച്ച് പോയ ഞാൻ തിരികെ തന്തൂർ അന്വേഷിച്ചാണ് തിരിച്ചെത്തിയത്. അങ്ങനെ ആ രാത്രി ദാൽ ചാവലൊക്കെ കഴിച്ച് സ്നോഫോളിൻ്റെ സൗണ്ടും കേട്ട് തന്തൂരിൻ്റെ കംഫേർട്ടിലായിരുന്നു. അടുത്ത ദിവസം പുലർച്ചെ തന്നെ എഴുന്നേറ്റു. കീർഗംഗ സ്നോ കാരണം ഫുൾ പവറിലാണ്. ഇന്ത്യയിൽ ഗൈഡിൻ്റെ സപ്പോർട്ടില്ലാതെ ഡെസ്റ്റിനേഷനിൽ സ്റ്റേ അവൈലബിലിറ്റി ഉള്ള വളരെ ചുരുക്കം ട്രക്കുകളിലൊന്നാണ് കീർഗംഗ. കീർഗംഗയിലൂടെ ഒഴുകുന്നത് നമ്മൾ വന്ന വഴിയിൽ കണ്ട പാർവതി നദിയാണ്. കീർഗംഗയിൽ നിന്നും 60 കിലോമീറ്റർ അകലെയുള്ള മന്ദാലി ഗ്ലേഷ്യേഴ്സിലാണ് പാർവതി നദി ഉത്ഭവിക്കുന്നത്. ബുദ്ധിമുട്ടേറിയ പിൻപാർവതി ട്രക്ക് റൂട്ടിലാണ് മന്ദാലി ഗ്ലേഷ്യേഴ്സ്. അങ്ങനെ വീണ്ടും മുകളിലുള്ള ശിവക്ഷേത്രത്തിന്റെ അടുത്തെത്തി. കീർഗംഗയിൽ ശിവൻ വർഷങ്ങളോളം തപസ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. മിൽക്കി വൈറ്റ് സീക്രഡ് വാട്ടർ എന്നാണ് കീർഗംഗ എന്നുള്ള പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇന്നലെ അന്വേഷിച്ച് വന്ന ഹോട്ട് വാട്ടർ പൂളിന്റെ അടുത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ വരുന്നത് ഹോട്ട് വാട്ടർ ആണ്. പൂളാണ് ഈ കാണുന്നത്. പൂളിപ്പോ വെള്ളം കളഞ്ഞ് ക്ലോസ്ഡ് ആണ്. ലോക്കൽസിന്റെ വിശ്വാസം അനുസരിച്ച് പവിത്രമായ സ്ഥലമാണ് കീർഗംഗ. ടൂറിസ്റ്റുകൾ ഹോട്ട് വാട്ടർ പൂളിൽ കുളിച്ചു കഴിഞ്ഞതിന് ശേഷം ഇന്നർവെയർ എല്ലാം ഇവിടെ തന്നെ ഉപേക്ഷിക്കുന്നത് സ്ഥിരമാക്കിയത് കൊണ്ടാണ് ക്ഷേത്രം നോക്കുന്നവർക്ക് പൂള് ക്ലോസ് ചെയ്യാനുള്ള തീരുമാനമെടുക്കേണ്ടി വന്നത്. അങ്ങനെ കീർഗംഗയിൽ കുറച്ച് സമയം ചെലവഴിച്ചതിന് ശേഷം മടക്കയാത്ര ആരംഭിച്ചു. സ്നോഫോൾ കൂടിയപ്പോൾ നമുക്കൊരു സീൻ കിട്ടി. വഴിയെല്ലാം സ്നോ കാരണം കവറാവാൻ തുടങ്ങി. മുമ്പ് പോയവരുടെ കാൽപ്പാടുകൾ നോക്കിയാണ് ഞാൻ നടന്നിരുന്നത്. അത് കാണാതായി. വന്ന വഴി തിരിച്ചു പോകാൻ വിചാരിച്ച ഞാൻ എത്തിപ്പെട്ടത് കാൽഗയിലേക്കുള്ള ഫോറസ്റ്റ് റൂട്ടിലും. വഴിക്ക് വീഴാതിരിക്കാൻ ഈ റൂട്ടിൽ ഇങ്ങനെ ഹാൻഡ് റെയിലൊക്കെ ഉള്ളത് കൊണ്ട് വഴി തെറ്റില്ല എന്ന് ഉറപ്പായിരുന്നു. പിന്നെ പോകുന്ന വഴി ഇങ്ങനെ ക്ലോസ് ആയി കിടക്കുന്ന കഫേസും കാണാം. ഫോറസ്റ്റ് റൂട്ട് ആയതുകൊണ്ട് ശരിക്കും ഒരു ഡ്രീമി വാക്കായിരുന്നു.
താഴെ എത്താറായപ്പോൾ കാൽപ്പാടുകൾ പിന്നെയും കാണാൻ തുടങ്ങി. ഞാനിപ്പോൾ വിചാരിച്ചു നമ്മൾ വന്നതല്ലാതെ വേറെയും വഴിയുണ്ടോന്ന്. താഴെ ഒരു കഫേയിലെത്തിയപ്പോഴാണ് അറിഞ്ഞത് തമിഴ്നാട്ടിൽ നിന്ന് 2 ആൾക്കാർ മുകളിലേക്ക് പോയി കുറച്ച് വഴിയെത്തിയപ്പോൾ സ്നോഫോൾ കാരണം തിരിച്ചു വന്നിരുന്നു എന്ന്. അപ്പൊ ഈ കാൽപ്പാടുകൾ അവരുടെയാണ്. കാൽഗാർ റൂട്ട് വന്നുകൊണ്ട് പെട്ടെന്ന് തന്നെ ബർശാനി എത്തി. സ്നോഫോൾ കാരണം ബർശാനിയും ഫുൾ സ്വിങ്ങിലായിരുന്നു. അപ്പൊ കീർഗംഗ യാത്രയിലെ കാഴ്ചകൾ അവിടെ അവസാനിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അടുത്ത യാത്രയിൽ കാണാം.